ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക ബ്രെഡ് സാൻഡ്വിച്ച് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ തൈരും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക അരമണിക്കൂർ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. രണ്ട് സൈഡ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് വേറെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഇങ്ങനത്തെ ടൈപ്പുള്ള ബ്രെഡോ അല്ലെങ്കിൽ സാധാരണ ബ്രെഡ് എടുത്താൽ മതി. ഞാൻ ബന്ന ടൈപ്പിലുണ്ടാവില്ലേ ചെറിയത്, അതെടുത്തിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ നടുവിലേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പകുതി സവോളയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ക്യാബേജ്, പിന്നെ മല്ലിയിലയും. ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ ഇതിലേക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സവോള കട്ട് ചെയ്തത് ഇട്ടെടുക്കുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ക്യാബേജ്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് കുറച്ച് റിച്ചായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എപ്പോഴെങ്കിലല്ലേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ചില്ല ചിക്കൻ, ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മോസറല്ല ചീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചിട്ട് ഇത് കൂടി വെച്ച് കൊടുക്കട്ടെ. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് റിച്ചായിട്ടാണ് ഉണ്ടാക്കണേ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതേപോലത്തെ നല്ല ടേസ്റ്റ് കേട്ടോ. സെയിം ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് മുള്ളുകൂടി ബ്രെഡ് വെച്ച് കൊടുക്കുക, കട്ട് ചെയ്തിട്ട്. ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണേ. കണ്ട, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ക്യാബേജും മല്ലിയിലയും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഭംഗിയില്ലേ കാണാൻ. ഇത് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കുക, കുക്ക് ചെയ്തിട്ടെടുക്കുക. ലെഡ് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് കരിഞ്ഞു പോവുക താഴത്തുള്ളത്.
കണ്ട ഇത് നമുക്ക് ചീസൊക്കെ മെൽട്ടായിട്ട് വരുമ്പോൾ ഇവർക്ക് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത്രയുള്ള കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കണ്ടാൽ ഒരെണ്ണം പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കണേ. കണ്ട ഇങ്ങനെ ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയുള്ള കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.